നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷീല കുരാക്കാർ. ഇന്ന് ദേശീയ ശാസ്ത്ര ദിനം. ഉപരാഷ്ട്രപതി ഇന്നും നാളെയും കേരളത്തിൽ. ഫോർട്ടിഫൈഡ് അരി വിതരണം കേന്ദ്രം നിർത്തി. HPV വാക്സിനേഷൻ ഇന്നു മുതൽ. AI പുതിയ തൊഴിലുകളും ബിസിനസ്സുകളും ഉയരും. UN അധ്യക്ഷയാവാൻ മെലനിയ. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ ശാസ്ത്ര ദിനം. നഗരങ്ങളിൽ നിന്നുള്ള പ്രകാശ മലിനീകരണം ഇല്ലാതെ രാത്രി മുഴുവൻ നക്ഷത്രങ്ങളെ നിരീക്ഷിക്കാൻ അവസരമൊരുക്കി തമിഴ്നാട്. നാമക്കലിൽ നിന്ന് 50 കിലോമീറ്റർ അകലെ കോളി ഹിൽസ് ചോല വനമേഖലയിൽ ദക്ഷിണേന്ത്യയിലെ ആദ്യ ഡാർക്ക്നെസ് പാർക്ക് തുറന്നു. 44 ലക്ഷം രൂപ ചെലവിൽ ശക്തിയേറിയ 3 ടെലിസ്കോപ്പുകളും ക്യാമ്പ് സൗകര്യങ്ങളും ഒരുക്കി ജ്യോതിശാസ്ത്ര ടൂറിസത്തിന്റെ പുതിയ സാധ്യത തേടാനാണ് ലക്ഷ്യം. പകൽ സമയത്ത് ശാസ്ത്രബോധവൽക്കരണത്തിന്റെ പഠനത്തിനും ഉപയോഗിക്കുന്ന കേന്ദ്രത്തിൽ അമാവാസിയോടനുബന്ധിച്ച് രാത്രികാലങ്ങളിൽ ആകാശ കാഴ്ചകൾക്കായി സൗകര്യമൊരുക്കും. ഉൽക്കമഴ സംഭവിക്കുമ്പോൾ പ്രത്യേക നിരീക്ഷണ സൗകര്യങ്ങളും ഒരുക്കും. രാജ്യത്തെ ആദ്യ ഡാർക്ക്നെസ് പാർക്ക് ലഡാക്കിലാണ്. ഉപരാഷ്ട്രപതി ഇന്നും നാളെയും കേരളത്തിൽ. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. ഉച്ചയ്ക്ക് 2-ന് കൊച്ചി വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹം അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ ചങ്ങനാശ്ശേരിയിലേക്ക് പോകും. 3:30-ന് ചങ്ങനാശ്ശേരി SB കോളേജ് ശതാബ്ദി ആഘോഷ സമാപന സമ്മേളനത്തിൽ അദ്ദേഹം മുഖ്യ അതിഥിയാകും. ചങ്ങനാശ്ശേരിയിൽ നിന്ന് വൈകിട്ട് 6-ന് ഹെലികോപ്റ്ററിൽ കൊച്ചി ദക്ഷിണ നാവികസേന ആസ്ഥാനത്ത് എത്തും. നാളെ രാവിലെ 9-ന് ഹെലികോപ്റ്ററിൽ തൃശ്ശൂരിലേക്ക് പോകും. 10:30-ന് ദേവമാത CMI പബ്ലിക് സ്കൂളിൽ ചേതനാശ്രമത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കും. ശേഷം ഹെലികോപ്റ്ററിൽ പത്തനംതിട്ടയിലേക്ക് പോകുന്ന ഉപരാഷ്ട്രപതി 3-ന് പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂളിന്റെ ശതാബ്ദി ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കും. തുടർന്ന് തിരുവനന്തപുരം വഴി ഡൽഹിയിലേക്ക് മടങ്ങും. ഫോർട്ടിഫൈഡ് അരി വിതരണം കേന്ദ്രം നിർത്തി. അരി പോഷകസമ്പുഷ്ടമാക്കി പൊതുവിതരണ ശൃംഖല വഴി നൽകുന്ന രീതി താൽക്കാലികമായി കേന്ദ്ര സർക്കാർ നിർത്തി. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയും അനുബന്ധ ക്ഷേമ പദ്ധതികൾ വഴിയും നൽകുന്ന അരി തൽക്കാലം സമ്പുഷ്ടീകരിക്കേണ്ടതില്ലെന്നാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ അറിയിപ്പ്. സംസ്ഥാനങ്ങൾക്ക് സമ്പുഷ്ടീകരിച്ചതോ അല്ലാത്തതോ ആയ അരി വിതരണം ചെയ്യാനും അധികാരം നൽകി. സമ്പുഷ്ടീകരിച്ച ശേഷം ദീർഘകാലം ഗോഡൌണുകളിൽ സൂക്ഷിക്കുമ്പോൾ പോഷകം നഷ്ടപ്പെടുന്നുവെന്ന IIT ഖരഗ്പൂർ പഠനമനുസരിച്ചാണ് തീരുമാനം. ഈർപ്പം, ഗോഡൌണിലെ സാഹചര്യം, താപനില, പാക്കേജിംഗ് മെറ്റീരിയൽ തുടങ്ങിയവ അരിക്കൊപ്പം ചേർത്ത പോഷകങ്ങൾ നഷ്ടപ്പെടാനും ഷെൽ ലൈഫ് കുറയാനും ഇടയാക്കുന്നതാണ് പഠനം. സമ്പുഷ്ടീകരണം നിർത്തിവെക്കാനുള്ള തീരുമാനം മൂലം റേഷൻ വിഹിതം കുറയില്ലെന്ന് കേന്ദ്രം അറിയിച്ചു. പൊതുവിതരണ സംവിധാനം, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ്, ഉച്ചഭക്ഷണ പദ്ധതി എന്നിവയെ ബാധിക്കില്ലെന്നും ചൂണ്ടിക്കാട്ടി. റേഷൻ കടകൾ വഴി രാജ്യമാകെ വിതരണം ചെയ്യുന്ന വലിയൊരു പങ്ക് അരിയും നിലവിൽ സമ്പുഷ്ടീകരിച്ചതാണ്. ഫോർട്ടിഫൈഡ് അരി നൽകിയില്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് സബ്സിഡി ഇനത്തിൽ അരി ലഭിക്കില്ലെന്നായിരുന്നു വ്യവസ്ഥ. HPV വാക്സിനേഷൻ ഇന്നു മുതൽ. സംസ്ഥാനത്ത് 14 വയസ്സുള്ള എല്ലാ പെൺകുട്ടികൾക്കും ഗർഭാശയ ക്യാൻസറിനെതിരെ സൗജന്യ HPV വാക്സിനേഷൻ ഇന്ന് ആരംഭിക്കും. ഉച്ചയ്ക്ക് 2-ന് തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ മന്ത്രി V ശിവൻകുട്ടി വാക്സിനേഷൻ യജ്ഞത്തിന് തുടക്കമിടും. 3 മാസത്തിനകം ഒറ്റ ഡോസ് വാക്സിൻ നൽകാനാണ് തീരുമാനം. സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ വാക്സിൻ നൽകും. യുവിൻ പോർട്ടൽ രജിസ്റ്റർ ചെയ്യുകയോ നേരിട്ട് ആരോഗ്യ കേന്ദ്രത്തിൽ എത്തുകയോ ചെയ്യാം. https://uvin.mohfw.gov.in/home എന്ന വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ സൗകര്യം ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തെയോ ആരോഗ്യ പ്രവർത്തകരെയോ ആശാപ്രവർത്തകരെയോ സമീപിക്കാം. AI പുതിയ തൊഴിലുകളും ബിസിനസ്സുകളും ഉയരും. AI തൊഴിൽ നഷ്ടത്തെക്കുറിച്ച് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും പുതിയ തൊഴിലുകൾ അനേകം ഉയർന്നു വരുമെന്ന് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ CEO അനൂപ് അംബിക. 2030-ൽ സംഭവിക്കുമെന്ന് കരുതിയത് ഇപ്പോഴേ കരുതിയിരിക്കേണ്ടതുണ്ട്. AIയെക്കുറിച്ച് പേടിക്കുമ്പോൾ തന്നെ അതുണ്ടാക്കുന്ന അവസരങ്ങളെക്കുറിച്ചും അറിയണമെന്ന് ഇൻഫിനി AI ലാബ്സ് CEO അനുരാജ് എണ്ണെ ചൂണ്ടിക്കാട്ടി. എന്നാൽ AIക്ക് കൊടുക്കാൻ കഴിയാത്ത അനേകം സേവനങ്ങളുണ്ടെന്ന് GIC വൈസ് പ്രസിഡന്റ് ആശിഷ് അഗർവാൾ ചൂണ്ടിക്കാട്ടി. AIയെ ഭയക്കുന്നതിന് പകരം പുതിയ നൈപുണ്യങ്ങൾ നേടി AIയെ ജയിക്കാനാണ് ശ്രമിക്കേണ്ടതെന്ന് 8x8 സഹസ്ഥാപകൻ M അഭിജിത്ത് പറഞ്ഞു. അധ്യാപകരെ AI ഇല്ലാതാക്കില്ല, പക്ഷേ അധ്യാപനത്തിന് AI ഏറെ പ്രയോജനം ചെയ്യുമെന്ന് കൺവേർഷൻ AB ഫൗണ്ടർ ഫെലിക്സ് ജോസ്മോൻ ചൂണ്ടിക്കാട്ടി. മരുന്നുകളും ചികിത്സയും നിശ്ചയിക്കുന്നതിൽ കൂടുതൽ കൃത്യത AI മൂലം ഉണ്ടാവുമെന്ന് ചിരഞ്ജീവ് സ്ഥാപകൻ ഹേമന്ത് ജെയിൻ പറഞ്ഞു.
UN-ൽ അധ്യക്ഷയാവാൻ മെലനിയ. ഐക്യരാഷ്ട്ര സംഘടന രക്ഷാസമിതിയുടെ ചരിത്രത്തിലാദ്യമായി ഒരു രാജ്യത്തിന്റെ പ്രഥമ വനിത അധ്യക്ഷയാവുന്നു. അമേരിക്കയുടെ പ്രഥമ വനിത മെലനിയ ട്രംപാണ് തിങ്കളാഴ്ചത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. 15-അംഗ രക്ഷാസമിതിയുടെ മാർച്ചിലെ അധ്യക്ഷ സ്ഥാനം US-നാണ്. ഊഴം വെച്ചാണ് ഈ ചുമതല ലഭിക്കുന്നത്. അതേസമയം ആര് അധ്യക്ഷത വഹിക്കണമെന്ന് തീരുമാനിക്കുന്നത് അതത് രാജ്യങ്ങളാണ്. യുദ്ധമേഖലകളിലെ കുട്ടികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന മെലനിയ റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ കുടിയൊഴിക്കപ്പെട്ട കുട്ടികളെ കുടുംബവുമായി ഒന്നിപ്പിക്കുന്നതിൽ ശ്രദ്ധേയമായി പങ്കുവഹിച്ചിരുന്നു. ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രസിഡന്റായതോടെ UN-നുമായി അമേരിക്ക അകൽച്ചയിലാണ്. വ്യവസ്ഥ പ്രകാരമുള്ള വിഹിതം നൽകുന്നില്ല. യുനെസ്കോ ഉൾപ്പെടെ സംഘടനകളിൽ നിന്നും പിന്മാറുകയും ചെയ്തു. ഇതിനിടെയാണ് പ്രഥമ വനിത രക്ഷാസമിതി അധ്യക്ഷയാവുന്നത്. അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി വീണ്ടും കാണാം.